ഹലോ ഗൈസ്, അപ്പോൾ കാപ്പാട് ബീച്ചിനടുത്തുള്ള ഒരു ബീച്ചാണിത്. ഈ ബീച്ചിൻ്റെ ശരിക്കുള്ള പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അവിടെ ബീച്ചിൻ്റെ പേരൊന്നും പറഞ്ഞ് കേട്ടില്ല. കൂടെ വന്നവർക്കും ആ ബീച്ചിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഞാനപ്പോൾ ചോദിച്ചു, ഇവിടെയാണോ വാസ്കോഡ ഗാമ വന്നിറങ്ങിയെന്ന്. അപ്പോൾ വാസ്കോഡ ഗാമ ഇവിടെ എവിടെ വന്നിറങ്ങിയെന്ന് കോഴിക്കോടുകാർക്ക് തന്നെ നിശ്ചയമില്ല കേട്ടോ. ഞാൻ നേരത്തേനും ഈ പാറയൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഞങ്ങൾക്ക് പോകാൻ സമയമായി. അപ്പോൾ ഞങ്ങൾ ഈ പാറയോടൊക്കെ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. 9:30 ആകുമ്പോഴാണ് ബസ്. അപ്പോൾ ഞങ്ങൾക്ക് 1.5 മണിക്കൂർ വീട്ടിലേക്ക് തന്നെ യാത്രയുണ്ട്. ആ യാത്രയൊക്കെ ചെയ്ത് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വേണം ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. അപ്പോൾ തിരക്ക് പിടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണേ. അപ്പോൾ മോളും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഞങ്ങൾ 2 പേരുമാണ് ഇത് കാണാൻ പോയത്. അപ്പോൾ കണ്ടോ, ഇത് കൈവരിയൊക്കെ വെച്ച് നല്ല സേഫാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും വന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും അവിടെയൊക്കെ നിന്ന് കാണാവുന്നതേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. കണ്ടോ, അതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഒരു പാറയുടെ അപ്പുറത്ത് തന്നെ ഒരു നല്ല അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് ക്ഷേത്രത്തിലുമൊക്കെ കയറി ദർശനമൊക്കെ നടത്താവുന്നതാണ്. പിന്നെ ഞാനൊരു കാര്യം കാണിക്കാം കേട്ടോ. ഇപ്പം നോക്കിക്കോണേ, അത് കണ്ടോ, വേസ്റ്റൊക്കെ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ. നമ്മുടെ കേരളീയരുടെ ഒരു പ്രത്യേകത തന്നെ, എവിടെ ചെന്നാലും അവിടെ എല്ലാം വേസ്റ്റ് ഡംപ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. എത്ര അഭ്യസ്തവിദ്യരാണെന്ന് പറഞ്ഞാലും നമ്മുടെ സ്വഭാവം ഒന്നും ഇതുവരെ മാറ്റിയിട്ടില്ല അല്ലേ. ഒന്ന് നോക്കിക്കേ, ഇതിന് താഴോട്ടിറങ്ങി ചെല്ലുമ്പോഴാണെങ്കിൽ അവിടെ ഒരു പാറ ഇടുക്കാണ്. ആ ഇടുക്കിലേക്ക് വെള്ളം ഇങ്ങനെ തിരയടിച്ച് കയറി വരുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴാണെങ്കിൽ കണ്ട ഒരു കാഴ്ചയാണ്. കുറച്ച് കുഞ്ഞുങ്ങളാണെങ്കിൽ അവിടെ ഇതാണ് ഈ പാറ ഇടുക്ക്. ആ ഇടുക്കിലേക്ക് നമുക്കവിടെ അപകടമാണ്, അങ്ങോട്ട് എത്തി നോക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ 2-3 കുഞ്ഞുങ്ങൾ കണ്ടോ തിരയിൽ കളിക്കുന്നത് കാണിച്ചു തരാമേ. എന്തൊരു അപകടം പിടിച്ച ഒരു കാര്യമാണല്ലേ. നമ്മൾ പേരൻസ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കടലിലേക്ക് ഇറക്കി വിട്ടിട്ട് അശ്രദ്ധരായിട്ടിരിക്കുന്നത്. ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ പോയപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. അവിടെ ബീച്ചിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് വെള്ളത്തിലേക്ക് വീണു പോയത്. അപ്പോൾ അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് കുഞ്ഞുങ്ങളുടെ കളി കാണുമ്പോൾ ഭയങ്കര ഭയപ്പാട് തോന്നുന്നുണ്ട്. ആ പിള്ളേർ 2 പേരും അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടും അച്ഛനും അമ്മയൊക്കെ അവിടെ കരയിലിരിപ്പുണ്ട്. അവർ എന്നാൽ അതുങ്ങളെ വിളിക്കുന്നു പോലുമില്ല. അതുപോലെ തന്നെ അവരതുങ്ങളെ ശ്രദ്ധിക്കുന്നുമില്ല. അവരുടെ കൂടെ നിന്ന് ഇറങ്ങി ചെല്ലുവോ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ശാന്തമാണ്. ഈ തിര എന്ന് പറഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങൾ ഉള്ളിലേക്കെങ്ങാനും അബദ്ധത്തിൽ ഇറങ്ങിപ്പോയെങ്കിലോ അത് നമ്മളൊരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കുന്നതല്ലേ നല്ലത്. എന്താണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം, നിങ്ങളെ പറയുക കേട്ടോ. നോക്കിക്കേ, 2 കുഞ്ഞുങ്ങൾ കാണിക്കാമേ. 2 കുഞ്ഞുങ്ങൾ ഉണ്ടോ, വലിയ ആൾക്കാരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് 2 കുഞ്ഞുങ്ങൾ, അവരുടെ അച്ഛനും അമ്മയാണ് പുറകെ ഇരിക്കുന്നത്. അവരുണ്ടോ വളരെ സന്തോഷത്തോടെ തിരയിലേക്ക് ഇറങ്ങുകയും കളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ തിര അടിച്ച് വരുമ്പോൾ കാല് നമ്മൾ വലിയവരാണെങ്കിൽ തന്നെ നിന്നാൽ നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണൽ പോകുമ്പോൾ നമ്മൾ വീണ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തിരയിലൊക്കെ കുഞ്ഞുങ്ങളെ ഇറക്കുമ്പോഴേ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇതെല്ലാം കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷമായിട്ട് യാത്രയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.